അപ്പോൾ നമ്മുടെ യാത്ര ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മുടെ യാത്ര തുടങ്ങുക. അല്ല, സൂപ്പർ ബിരിയാണി ആയിരുന്നു, ഹൈദരാബാദി ബിരിയാണി. 600 രൂപ ചാർജായി. ഞങ്ങൾക്ക് 3 പേർക്കുള്ള മേടിച്ചത്. പക്ഷേ ഒരു 9 പേർക്ക് കഴിക്കാനുള്ള സാധനം ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കുറഞ്ഞ അതായിരുന്നു. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും കണ്ടാൽ അറിയാം. ഇനി ബസ് ബോർഡിങ്ങിലേക്ക് പോകുന്ന സ്ഥലമാണ് ഇത്. ഫാനുകളെല്ലാം കറങ്ങുന്നതിനകത്ത് വെള്ളം വരാനായിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അത് കറക്റ്റ് വെള്ളം വന്ന ആൾക്കാർക്ക് നല്ല തണുപ്പ് കിട്ടാനായിട്ട്. എന്നാൽ മേത്ത് വെള്ളം ആവത്തുമില്ല. അങ്ങനെ ഒരു സെറ്റപ്പാണ്. സൂപ്പർ പരിപാടിയാണ്. അടുത്ത ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയത്തില്ല. എവിടേക്കാണെങ്കിലും പോകുന്നുണ്ട്. പക്ഷേ നേരത്തെ വണ്ടിയല്ല, വണ്ടി മാറി. ഇത് ഐഷറിൻ്റെ ഒരു വണ്ടിയാണ്. നേരത്തെ ഉണ്ടായിരുന്ന നമുക്ക് ലൈലാൻഡിൻ്റെ വണ്ടിയാണ്. ഇത് ഇച്ചിരി നല്ല വണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ, പുതിയ വണ്ടിയാണ്. പക്ഷേ പഴയ വണ്ടിയിലാണ് പുതിയ സെറ്റിങ്സുകളെല്ലാം ഉണ്ടായിരുന്നത്. ഓക്കെ, നമ്മൾ ചന്ദ്രമുഖിയുടെ സെറ്റിലേക്കാണെന്ന് തോന്നുന്നു. കാരണം നേരത്തെ പോകുമ്പോൾ അവരിവിടെ നിർത്താതെ പോയതാണ്. അപ്പോൾ വീണ്ടും അവിടെ തന്നെ വന്നേക്കുന്നത്. നോക്കട്ടെ. ഇതാണ് ചന്ദ്രമുഖിയുടെ സെറ്റാണ്. തിരക്ക് കാരണമാണ് ഇതിങ്ങനെ വേലിയെല്ലാം തീർത്ത് സെറ്റാക്കി ആൾക്കാരകത്തേക്ക് കയറ്റുന്നത്. മണിച്ചിത്രത്താഴിൻ്റെ സെറ്റ് ഇതല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചന്ദ്രമുഖിയുടെ സെറ്റിലെത്തി. ഇത് സാധാ വീടാണ്, പക്ഷേ വലിയൊരു സെറ്റാക്കി അവർ മാറ്റി വെക്കുക. ഇത് ടെമ്പററി ഐറ്റംസാണ് എല്ലാം ഇരിക്കുന്നത് കേട്ടോ. കണ്ടോ എത്ര സെറ്റാക്കി അവർ എടുത്തു വെക്കുന്നതുണ്ടോ. അതായത് പറന്നിറങ്ങുന്നത് എല്ലാം കിട്ടാനായിട്ട്. ಓಹೋ ಈಗ ಮುಂಚೆ ಚಂದ್ರಮುಖಿ ತನ್ನ ಲವರ್ ಗುಣಶೇಖರಕ್ಕೆ ವಾರಾಯ್ ನಾನು നടരാജ വിഗ്രഹം. ചന്ദ്രമുഖി